കുട്ടികളാവാൻ വൈകുന്ന ദമ്പതികളിലെ പ്രധാനപ്പെട്ട 5 കാരണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്നാമത്തെ കാരണം കൃത്യമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലായിരിക്കുകയും ഏത് സമയത്ത് ബന്ധപ്പെടണം, എങ്ങനെ ബന്ധപ്പെട്ടാലാണ് കുട്ടികളാവുക എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള അവബോധം ഇല്ലായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികളാവാൻ വൈകുന്ന ധാരാളം ദമ്പതികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. രണ്ടാമത്തെ കാരണം പുരുഷ ബീജത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് പുരുഷ ബീജങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ്, പുരുഷ ബീജത്തിൽ മോട്ടിലിറ്റിയിലുള്ള കുറവ്, അതുപോലെ പുരുഷ ബീജങ്ങളുടെ മോർഫോളജിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ കുട്ടികളാവാൻ വൈകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാരണമാണ്. മൂന്നാമതായിട്ട് കണ്ടുവരുന്ന കാരണമാണ് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ വ്യതിയാനങ്ങളും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടും അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുകയും അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വന്ധ്യത. ഇതും വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടു. നാലാമതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാര് അകന്ന് താമസിക്കുക, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് കുട്ടികളാവാൻ സാധ്യതയുള്ള സമയത്ത് ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ഇതുമൂലം കുട്ടികളാവാൻ വൈകുന്നതും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാരണമാണ്. അഞ്ചാമത്തതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് തിരുത്താൻ ശ്രമിക്കാതിരിക്കുക. എന്തുകൊണ്ടാണ് കുട്ടികളാവാത്തതെന്ന് മനസ്സിലായതിനു ശേഷവും ചികിത്സ എടുക്കാൻ വൈകിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ചികിത്സ എടുക്കാതെ നാച്ചുറലി ഇത് ശരിയാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കുട്ടികളാവാൻ വൈകുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വന്ധ്യത പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും.